എന്റെ പൊന്നടി, നിന്നോട് ഞാൻ ഒരു 100 തവണ പറഞ്ഞിട്ടുണ്ട് ഈ മണ്ടത്തരം ഇങ്ങനെ എഴുന്നള്ളിക്കരുതെന്ന്. എടാ 10 പൈസയുടെ വിവരം ഇല്ലല്ലോ ഉണ്ടല്ലോ, കോൺഫിഡൻസിന് ഒരു കുറവില്ല. എനിക്ക് ഇത് തന്നെ വേണോടാ. കോളേജ് പഠിച്ചു വന്നപ്പോഴേ നമ്മളൊക്കെ എന്തെങ്കിലും കാണിക്കുമ്പോൾ അന്നൊക്കെ പോകില്ലായിരുന്നു. എടാ അതൊക്കെ മണ്ടത്തരത്തിനൊക്കെ ഒരു പരിധിയില്ലേടാ. എന്നാ പിന്നെ കല്യാണം കഴിച്ചപ്പോ നോക്കി കല്യാണം കഴിക്കാൻ പറ്റായിരുന്നോ? നമ്മള് പെണ്ണ് കാണാൻ ചെല്ലുമ്പോ ആകെ 10 മിനിറ്റ് ഒന്ന് സംസാരിക്കും, ഒന്ന് നടക്കുന്നതോ ഒക്കെ അല്ലേ കാണുന്നുള്ളൂ. ഇത്രയ്ക്ക് ബോധമില്ലെന്ന് നമ്മൾ വിചാരിക്കുമോ? അത്രയ്ക്ക് അങ്ങോട്ട് കളിയാക്കാതെ. എന്ത് നല്ലതായിട്ടാണ് നിസ് തയ്ക്കുകയൊക്കെ ചെയ്യുന്നത്. കഴിവില്ലാഞ്ഞിട്ടാണോ അങ്ങനെയൊക്കെ? അല്ലെങ്കിൽ ഞാനിവിടെ എന്ത് ചെയ്താലും ഓരോന്ന് പറഞ്ഞ് കളിയായിക്കൊണ്ടിരിക്കും. മുറ്റത്തെ മുല്ലേക്ക് മണയില്ലല്ലോ. മണക്കും മണക്കും ചെയ്യുമ്പോ നല്ല മണമായിരിക്കും. കഴിക്കാൻ മതേടാ. എനിക്ക് ചാറൊന്നും വേണ്ട. ബാ നമുക്ക് കഴിക്കാം. ഓ അവനൊന്നും കഴിക്കത്തില്ലെന്നേ. അവന്റെ ഫുഡ് ഹാബിറ്റ് ഭയങ്കര മോശാ. രാവിലെ എണീറ്റ് വരുമ്പോ അവന് വേണ്ട നൂഡിൽസ്. ഈ അവധിക്ക് എന്തെങ്കിലും കഴിപ്പിച്ച് തന്നാക്കാൻ അവനൊന്നും വേണ്ട. ഇവിടുത്തവനും അങ്ങനെയൊക്കെ തന്നെയാ. ഒന്ന് വാരി കൊടുക്കാം ബാ എന്നാ. സൗത്ത് ആംപ്ടൺ യൂണിവേഴ്സിറ്റി യൂറോപ്പിലെ ബെസ്റ്റ് യൂണിവേഴ്സിറ്റിയാണ് സാറേ. സാറ് ടെൻഷനൊന്നും അടിക്കണ്ട. പിന്നെ കഴിഞ്ഞ വർഷം പോയ ബാച്ചിന്റെ റെഫറൻസ് ചെയ്യാൻ തരാമല്ലോ. സാറ് നാളെ ഓഫീസിലോട്ട് വരികയല്ലേ? അന്നേരം ഞാൻ അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം എടുത്തു തരാം. ഓക്കെ, നാളെ കാണാം സാറേ. ശരി. മാതാവേ, ഒന്ന് വന്നാൽ മതിയാ, ടാർഗറ്റ് ഒന്ന് അച്ചീവ് ചെയ്യാം. എനിച്ചാ ഈ തേങ്ങ ഒന്ന് ചിരണ്ടി വെക്കാവോ? അത്യാവശ്യമായിട്ട് ഈ ചുരിദാർ ഒന്ന് കൊടുക്കണം വിളിച്ചു പറഞ്ഞ് ഒന്നും ചെയ്യാവോ? തേങ്ങ ഞാൻ ചേർന്ന വാ. അവനെ കൊണ്ടാണോ തേങ്ങയൊക്കെ ചരണ്ടിക്കുന്നത്? ഇവിടെ ആമ്പിള്ളേരെ കൊണ്ടാരും തേങ്ങ ചരണ്ടിച്ചിട്ടൊന്നുമില്ല. അതിന് ആണുങ്ങൾ ചിരണ്ടിയാ കറിക്ക് രുചി വ്യത്യാസം ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ലല്ലോ. അമ്മ ഇത് അത്യാവശ്യമായിട്ട് കൊടുക്കാനുള്ളതുകൊണ്ടാ. എപ്പോഴും ഉണ്ട് ഒരു തയ്യൽ എന്ന് പറഞ്ഞാൽ എപ്പോഴും മെഷീൻ്റെ മുകളിൽ കയറിയിരിക്കും. അതെ അതെ, ആ ചവിട്ടിപ്പോ അല്ല സൈക്കിളിലും ആയിരുന്നെങ്കിലേ ഇവിടെ ഇപ്പം അങ്ങ് മംഗലാപുരം കഴിഞ്ഞാൽ. ഞാൻ ചെയ്തോളാം. സാറേ ഞാൻ ഓഫീസിലില്ല, ഞാനൊരു ക്ലയൻറ്റ് മീറ്റിങ്ങിലായിരുന്നേ. കുഴപ്പമില്ല. അല്ല നാളെ സാറേ ഓഫീസിലോട്ട് പോര്, നമുക്ക് അവിടെ വെച്ച് കാണാം. ഓക്കെ ഓക്കെ. ചേട്ടാ +2 കഴിഞ്ഞാണോ? അല്ല PG? അല്ല, ഞാൻ ഡിഗ്രിക്ക് ജോയിൻ ചെയ്തു. നിശ്ചയിച്ചി തയ്ക്കാനായിട്ടാ വന്ന. അതവിടെ പുറകിലുണ്ട്, പുറകിൽ തന്നാൽ. ഇതെൻ്റെ അമ്മയുടെ ആണേ. പിന്നെ കഴിഞ്ഞ ദിവസം ഡ്രസ്സ് അടിപൊളിയായിരുന്നു. ടീച്ചേഴ്സൊക്കെ ചോദിച്ചു എവിടുന്നാ തയ്ച്ചേ, നല്ല രസമുണ്ടല്ലോ എന്നൊക്കെ. അവരുടെയും ഡ്രസ്സ് തയ്ച്ച് തരാമെന്നൊക്കെ ചോദിച്ചു. ചേച്ചി ഇങ്ങനെ ഇരുന്നാലൊന്നും ആൾക്കാരൊന്നും അറിയത്തൊന്നുമില്ല. ഇപ്പോൾ ബിസിനസ്സൊക്കെ വളരെങ്കിൽ റീൽസൊക്കെ ചെയ്ത് എല്ലാവരിലൂടെയൊക്കെ എത്തിക്കണം. എന്നിട്ട് അവരുടെയൊക്കെ റിവ്യൂ ഒക്കെ എടുത്തിടണം. ഞാൻ വേണേൽ റിവ്യൂ ഒക്കെ പറയാം. പിന്നെ വേറെ ഉള്ളിടത്ത് തയ്ക്കുന്നിടത്തൊക്കെ എന്നാ പൈസയാണെന്നറിയോ? എന്നിട്ട് ആ കാശിന് കൊള്ളത്തുമില്ല. ചേച്ചി എല്ലാം ചെയ്യുന്നേ. പക്ഷെ എനിക്ക് അങ്ങനെയൊന്നും അറിയത്തില്ല. പിന്നെ നമ്മൾ ആ യൂണിവേഴ്സിറ്റി ഫീസ് നമ്മൾ അടച്ചാ ഇനി വേറെ പേയ്മെൻ്റ് ഒന്നും വരുന്നില്ല. ഓക്കെ, ശരി ശരി. എന്നാ കോട്ടയത്ത് വേറെ തയ്യക്കാരൊന്നും ഇല്ലേ? അതോ ഭയങ്കര തിരക്കാണോ അവിടെ? ഏയ് അങ്ങനെയൊന്നും അല്ല. ചേച്ചി നല്ല അടിപൊളിയായിട്ട് തയ്ക്കും. ഞാൻ ഇട്ടുള്ള ഡ്രസ്സിനൊക്കെ എന്ത് എൻക്വയറി എന്നറിയോ? ഇനി സാരി ബ്ലൗസ് ഒക്കെ ഇവിടെ ഓണത്തിന്. എന്നത്തേനാ ഇപ്പൊ വേണ്ടേ? ഹലോ, നീ ഒന്ന് റെഡിയായി നിൽക്ക്, നമുക്ക് വൈകുന്നേരം സിജിന്റെ കൊച്ചിനെ ഒന്ന് കാണാൻ പോവാം കേട്ടോ. ശരി. ഓക്കെ, ഞാൻ തിരക്കാ, ഓഫീസിലാ, വിളിക്കാം. പ്രാവശ്യത്തെ വെക്കേഷൻ ഇങ്ങനെ ആയല്ലോടാ. ഒരു വക തിന്നത്തില്ലെന്നേ, പിന്നെ എങ്ങനെ ഇങ്ങനെയൊക്കെ വരാതിരിക്കും? ഇനിയിപ്പോ അമ്മ പറയും നല്ല നല്ല ഫുഡൊക്കെ കഴിക്കും. ഈ വറുത്തതും പൊരിച്ചതൊക്കെ നിർത്തുക കേട്ടോ, അല്ലെങ്കിൽ ഇവിടെയും കൂടി ഞങ്ങൾ തൊളയിട്ടു. 18-ാം തീയതി റിവ്യൂവിന് പോകണം. വേറെ കുഴപ്പമൊന്നുമില്ല. ഇവരെങ്ങോട്ട് പോയി? അവർ പുറത്ത് പോയി കാണുമ്പോൾ നമുക്ക് അങ്ങോട്ട് പോകും. ഇടയ്ക്കിടയ്ക്ക് അവനിങ്ങനെ വയറുവേന വരുമായിരുന്നു. ഞാൻ വലിയ കാര്യമായിട്ടൊന്നും എടുത്തില്ല. അവന് സാറിന് ഗ്യാസ് കയറുന്നതൊക്കെ വിചാരിച്ചിട്ടേ. പക്ഷെ പെട്ടെന്ന് ഒരു ദിവസം വയറുവേന വന്ന് പനിയൊക്കെ ആയി കൂടി ബുദ്ധിമുട്ടായി പ്രയാസമായിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ചെന്നപ്പോൾ അപ്പൻഡിക്സ് ആയിരുന്നു. പെട്ടെന്നായിരുന്നില്ലേടാ? കൊച്ചു പ്രായമല്ലേ അവൻ്റെ? അതെ. നിങ്ങൾ ചായ കുടിച്ചിട്ട് ഇങ്ങോട്ട് ഇറങ്ങിയോ? അകത്തിരിക്കാൻ മേലെന്നേ, ഭയങ്കര ചൂട്. ഇവിടെ ആകുമ്പോൾ നല്ല കാറ്റുണ്ടല്ലോ. എടാ ഹോസ്പിറ്റലിൽ ബില്ലൊക്കെ എത്രയായി? കാശുണ്ടായിരുന്നു എൻ്റെ കയ്യിൽ. കാശ് നിന്നോ ഇപ്പോൾ ഒരു 1.20 പൊട്ടി. അതിന് ബെന്നിച്ച ഇവർക്ക് ഹോസ്പിറ്റലിൽ വലിയ ചിലവൊന്നും വന്നില്ല. ഇവർക്ക് ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടായിരുന്നെന്ന്. അത് നിനക്ക് എങ്ങനെ അറിയാന്നേ? ഞങ്ങളിപ്പോൾ അതിലേ പറഞ്ഞുകൊണ്ട് വന്നത്. എത്ര നാളായിട്ട് ഞാൻ പറയുന്നറിയോ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാൻ? അധിക ചിലവാന്നും പറഞ്ഞാൽ അത് എടുപ്പിക്കത്തില്ല. എടാ ഹെൽത്ത് ഇൻഷുറൻസ് എടുത്ത് വെക്കാമെന്ന് പറഞ്ഞപ്പോൾ എനിക്കും വലിയ തീർപ്പായിരുന്നു. പിന്നെ ചെറുക്കൻ്റെ കാര്യം വന്നപ്പോഴാണ് നമുക്കിത് പ്രയോജനമായെന്ന് മനസ്സിലായത്. അപ്പോൾ പിന്നെ
ഹെൽത്ത് ഇൻഷുറൻസിന്റെ കൂടെ തന്നെ ഞങ്ങൾ ടേം ഇൻഷുറൻസും എടുത്തിട്ടുണ്ടായിരുന്നു. അതെന്തിനാ ഈ ടേം ഇൻഷുറൻസ് എടുത്ത് വെക്കുന്നത്? എടാ മനുഷ്യരുടെ കാര്യമല്ലേ, എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അവർക്കൊരു കൈത്താങ്ങാവുമല്ലോ, അതിനാണ് ടേം ഇൻഷുറൻസ്. ഇനി പിന്നെ ഇപ്പോൾ വന്നില്ല, ചെറുക്കൻ്റെ കേസ് കിട്ട് വന്നില്ല, അതുപോലെ എന്തെങ്കിലും ആവശ്യങ്ങൾ വരുവാണെങ്കിൽ അതിന് ഹെൽത്ത് ഇൻഷുറൻസ്. എടാ ഈ 2 ഇൻഷുറൻസും കൂടെ നല്ല ചിലവ് വരുമല്ലേ? ഇല്ലേച്ചാ, ഇവരെടുത്തപ്പോഴേക്കും മാസം 400 തുടങ്ങുന്ന പ്ലാനുകളുണ്ടെന്നാണ് പറഞ്ഞത്. പിന്നെ ഹെൽത്ത് ഇൻഷുറൻസ് ആകുമ്പോൾ 25% വരെ ഡിസ്കൗണ്ടും ടേം ഇൻഷുറൻസിന് 15% വരെ ഉണ്ട്. ഹെൽത്ത് ഇൻഷുറൻസ് ആകുമ്പോൾ 1 കോടി വരെ കവറേജും ടേം ഇൻഷുറൻസ് 2 കോടി വരെ കവറേജ് ഉള്ളതും എടുത്തു വെക്കാം. അപ്പോൾ ഇത് എവിടെ നിന്നാണ് എടുക്കുന്നത്? ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ QR കോഡ് സ്കാൻ ചെയ്താലും മതി. ഇന്ത്യയിലെ ടോപ്പ് ഇൻഷുറൻസ് കമ്പനികളെല്ലാം ഇതിലുണ്ട്. അതിൽ നിന്ന് കമ്പയർ ചെയ്തിട്ട് ബെസ്റ്റ് നമുക്ക് തിരഞ്ഞെടുക്കാനുള്ള ഓപ്ഷനും ഉണ്ട്. കേട്ടിട്ട് വലിയ കുഴപ്പമില്ല. നമുക്ക് ഒരെണ്ണം എടുത്ത് വെച്ചാലോടി. ആ, എന്നാൽ നമുക്ക് പോയാലും എനിക്ക് കുറേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാറുണ്ട്. അയ്യോ, എൻ്റെ ഭാര്യ ഒരു മനീഷ് മൽഹോത്രയാണെന്നുള്ള കാര്യം ഞാൻ മറന്നുപോയി. വാ പോയേക്കാം. അവിടെ എനിക്കിട്ട് വെച്ചു. ഹലോ, എന്റെ ചുരിദാർ തയ്ച്ചായിരുന്നോന്നേ? ആ ഇല്ല ചേച്ചി, തയ്ച്ചില്ല, കുറച്ച് തിരക്കുണ്ടായിരുന്നു. അയ്യോ, എനിക്ക് നാളെ പോകുമ്പോ ഇടാനുള്ളയായിരുന്നു. ഇനി ഞാൻ അങ്ങോട്ട് വരാം. ആ എന്നാ നാളെ രാവിലെ പോര്, തന്നേക്കാം. ആ എന്നാ ശരി ശരി. ചേച്ചി, ആ ആദ്യം ചേച്ചി ഡ്രസ്സ് എടുത്തിട്ട് എവിടെയെങ്കിലും തൂക്കിയിട്ട് ഫോട്ടോ എടുക്കണം. എന്നിട്ട് ഇത് കൊണ്ടാവും ഇതുപോലെ ഫോട്ടോ എടുത്ത് ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യണം. എന്നിട്ട് ആ ഫോട്ടോയെ ആ മെറ്റീരിയലിനെ പറ്റിയുള്ള ഡീറ്റെയിൽ, ചേച്ചിയുടെ കോൺടാക്ട് നമ്പർ ഒക്കെ പോസ്റ്റ് ചെയ്യണം. അപ്പോൾ ചേച്ചി കുറേ എൻക്വയറി വരും. ഇത് കണ്ടോ ഇതുപോലെ. ആ നാളെ ഞാൻ ഓഫീസിലുണ്ടാവും. ആ നമുക്ക് അവിടെ മീറ്റ് ചെയ്യാലോ. ആ ശരി, ഓക്കെ, താങ്ക് യു. നമ്മുടെ വീട്ടിൽ വരുന്ന തയ്ക്കാൻ വരുന്ന ഒരു കൊച്ചില്ലേ, ആ മറ്റേ ഡിഗ്രി ഫസ്റ്റ് ഇയർ. ആ കൊച്ചു എന്നോട് പറയുക, ഈ സ്റ്റിച്ച് ചെയ്യുന്നതെല്ലാം നമ്മുടെ ഈ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വീഡിയോസൊക്കെ ആയിട്ടിട്ടാൽ കുറച്ചും കൂടി നല്ല എൻക്വയറി വരുമെന്ന്. നിനക്ക് വേറെ പണിയൊന്നുമില്ല. ഈ 4-3-7 തുണി തയ്ക്കുന്നതിന് സോഷ്യൽ മീഡിയ മതി മതി, ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. ചേച്ചി ഞാൻ വന്നതേ, ചേച്ചി ഇപ്പൊ തയ്ക്കുന്നുണ്ടോ? ആ വീട്ടിൽ ഇരുന്ന് എന്തെങ്കിലുമൊക്കെ. ഞാൻ കുറച്ച് തുണി വെട്ടി തന്നാ ചേച്ചി എനിക്ക് തയ്ച്ചു തരാമോ? ആ പൈസ തരാമല്ലോ, അതിനിപ്പോൾ അല്ലേ. ഞാൻ എൻ്റെ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് പോലെ നമ്മളുടെ ഒരു സാമ്പത്തിക ഭദ്രതയ്ക്കും കുടുംബത്തിൻ്റെ സംരക്ഷണത്തിനുമായിട്ട് നമുക്കൊരു ഹെൽത്ത് ഇൻഷുറൻസും ടേം ഇൻഷുറൻസും എടുത്തു വെക്കുന്നത് അത്യാവശ്യമാണ്. ഞാൻ എൻ്റെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും കൊടുത്ത ലിങ്ക് വഴിയോ അല്ലെങ്കിൽ ഈ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്താലും മതി. ഞാൻ ചെയ്തോളാം. അമ്മ എൻ്റെ മുഖത്ത് നോക്കാം. വരുന്നില്ല ഇവളിപ്പോൾ അങ്ങ് കണ്ണി കണ്ണിയോ? അതെ അതെ, ആ കിട്ടുന്നില്ല. ടീച്ചേഴ്സൊക്കെ സൂപ്പറാന്ന് പറഞ്ഞു. ടീച്ചേഴ്സൊക്കെ നല്ലതാന്ന് പറഞ്ഞ് ഇതെനിക്ക് കിട്ടുന്നില്ല. ഇല്ല ചേട്ടൻ നാളെ, സോറി ഒന്നുകൂടെ പറയാം. ചേട്ടൻ നാളെ ചേട്ടനായി പോയി. ചെറിയൊരു സാധനത്തിനകത്തൊക്കെ നീ എന്തൊക്കെ കാണിച്ചിട്ടുണ്ട്. ചെറിയ സാധനം നീ എന്തൊക്കെ ആക്ഷൻ. ഞാൻ പ്രോത്സാഹിപ്പിച്ച, ഞാൻ ഫ്രെയിമിലില്ല. എനിക്ക് പ്രോത്സാഹനം വേണ്ട. ഓക്കെ, എൻ്റെ പാട്ട് വെക്കേഷനെങ്കിലും എന്തെങ്കിലും ഈ അറിയില്ല എന്താന്ന്. എങ്ങനെ എന്തെങ്കിലും ഈ ടേംസ് ബോക്സിലോ അല്ലെ ഈ കാണുന്ന QR കോഡോ സ്കാൻ ചെയ്താൽ പറ്റുന്നില്ല.